അമൃതാനന്ദമയിയുടെ മുൻ ശിഷ്യ ഗെയിൽ ട്രെഡ്വെല്ലിന്റെ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ മഠം അധികൃതർക്കെതിരെ ബലാത്സംഗം, വിശ്വാസവഞ്ചന, വിദേശ നാണ്യവിനിമയ ചട്ടലംഘനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കേസെടുക്കണമെന്നാണ് അഭിഭാഷകനായ ദീപക് പ്രകാശിന്റെ പരാതി. സുപ്രീം കോടതിയുടെ വിധിപ്രകാരം ഉടൻ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. സ്ത്രീകൾക്കെതിരായ അതിക്രമം സംബന്ധിച്ച വിവരം ലഭിച്ചാൽ പുതിയ ലൈംഗികാതിക്രമ നിയമപ്രകാരവും ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ കേസെടുക്കണം. ഇതിൽ വീഴ്ച വരുത്തിയാൽ പോലീസ് ഉദ്യോഗസ്ഥന് 6 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കാം. ഇക്കാര്യം സൂചിപ്പിക്കുന്ന പരാതിയിൽ മഠത്തിനെതിരായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കോടതിയലക്ഷ്യത്തിന് സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും പറയുന്നുണ്ട്. ട്രെഡ്വെല്ലിന്റെ പുസ്തകത്തിലെ പേജുകളുടെ പകർപ്പ് പരാതിക്കൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. പുസ്തകത്തിലെ ആരോപണങ്ങളുടെ ഗൗരവം പരിഗണിച്ചാൽ കേരള പോലീസിന് പകരം CBI കേസന്വേഷിക്കേണ്ടി വരുമെന്ന് ദീപക് പ്രകാശ് പറഞ്ഞു. ഇതിൽ പറഞ്ഞിട്ടുള്ള ബാലുസ്വാമി എന്ന് പറയുന്ന ആളെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. മഠത്തിലെ മറ്റു പലരെക്കുറിച്ചും പറയുന്നുണ്ട്. ഇതിൽ എല്ലാ കാര്യങ്ങളും മഠവുമായി ബന്ധപ്പെട്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും വിശദമായി പോലീസ് അന്വേഷിക്കേണ്ടി വരും. പറയുകയാണെങ്കിൽ കേരള പോലീസ് മാത്രമല്ല CBI കൂടി അന്വേഷിക്കേണ്ട ഒരു വിഷയമായിട്ടാണ് ഇതിൻ്റെ ഡെപ്തിലേക്ക് പോകുമ്പോൾ കാണുന്നത്. മഠത്തിനെതിരെ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് KSU മുൻ സംസ്ഥാന സെക്രട്ടറി മഞ്ജുക്കുട്ടൻ നേരത്തെ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. ഗ്രന്ഥകാരിയുടെ വ്യാജ ഫേസ്ബുക്ക് നിർമ്മിച്ചവർക്കെതിരെ IT നിയമമനുസരിച്ച് കേസെടുക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പോലീസ് കേസെടുത്തത് അമൃതാനന്ദമയിയെ ഫേസ്ബുക്കിൽ വിമർശിച്ചവർക്കെതിരെ മാത്രമാണ്. മഞ്ജുക്കുട്ടൻ നൽകിയ പരാതിയിൽ കേസെടുക്കാത്തത് കമ്മീഷണർ സ്ഥലത്തില്ലാത്തതിനാലെന്നാണ് പോലീസ് വിശദീകരണം. ദീപക് പ്രകാശിന്റെ പരാതിയിൽ കൂടുതൽ നിയമോപദേശം ലഭിക്കുന്ന മുറയ്ക്ക് കേസെടുക്കുമെന്നും പോലീസ് പറയുന്നു. PL കിരൺ, മീഡിയ 1, കൊല്ലം.